സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുഹമ്മദ് നിസാമിനെതിരെ കാപ്പ ചുമത്തിയത് ഹൈക്കോടതി ശരിവെച്ചു. കാപ്പ ചുമത്തിയതിനെതിരെ നിസാമിന്റെ ബന്ധുക്കൾ നൽകിയ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. നിസാമിന്റെ പ്രവർത്തികൾ പൊതുസമൂഹത്തിനും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നതാണെന്ന് സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അറിയിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നിസാമിന്റെ പ്രവൃത്തികൾ പൊതുസമൂഹത്തിനും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നതാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. ഇത്തരം പ്രതികൾക്കെതിരെ കരുതൽ തടങ്കൽ നിയമമായ കാപ്പ ചുമത്താൻ എല്ലാ അവകാശവും സർക്കാരിനുണ്ട്. നിയമപരമായ ബാധ്യത നിറവേറ്റുകയാണ് ചെയ്തതെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. നിസാം ചെയ്ത കുറ്റകൃത്യങ്ങൾ സമൂഹ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നുവെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ കരുതൽ തടങ്കൽ നിയമമായ കാപ്പ നിസാമിനെതിരെ നിലനിൽക്കില്ല എന്നായിരുന്നു ബന്ധുക്കളുടെ വാദം. വ്യക്തികൾ തമ്മിലുള്ള കേസിൽ സർക്കാർ കാപ്പ ചുമത്തുന്നത് ശരിയല്ല. കേസിനെ പൊതുസമൂഹമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്ന വാദവും നിസാമിന്റെ ബന്ധുക്കൾ ഉന്നയിച്ചു. എന്നാൽ ഈ വാദങ്ങൾ ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായും തള്ളി. നിസാമിനെതിരെ കാപ്പ ചുമത്താൻ സർക്കാർ മുന്നോട്ട് വെച്ച കാരണങ്ങൾ നിയമപരമായി നിലനിൽക്കുന്നതാണെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. നിസാമിന്റെ ബന്ധുക്കൾ നൽകിയ ഹർജി തള്ളിയ കോടതി കരുതൽ തടങ്കൽ തുടരാമെന്നും വിധിച്ചു. ജസ്റ്റിസുമാരായ VK മോഹനൻ, രാജാ വിജയരാഘവൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ചന്ദ്രബോസിനെ ക്രൂരമായി കൊലപ്പെടുത്തിയതടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് വിവാദ വ്യവസായിയായ മുഹമ്മദ് നിസാം. റിപ്പോർട്ടർ, കൊച്ചി.